പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ താൻ ഇടപഴകുന്ന എല്ലാ ഇടങ്ങളിലും, മത്സരങ്ങളിലാകട്ടെ, പരീക്ഷകളിലാകട്ടെ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, വിജയം കൈവരിക്കണം, ഉന്നതങ്ങളിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഒരു സത്യവിശ്വാസി പരലോകത്ത് ശാശ്വത വിജയം കരസ്ഥമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമതായി എടുത്തു പറഞ്ഞിട്ടുള്ളത് അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരായിരിക്കും എന്നതാണ്. ഒരു സത്യവിശ്വാസിയുടെ സവിശേഷത അവൻ്റെ നമസ്കാരങ്ങളിൽ ഭക്തിയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കും എന്നതാണ്. മനുഷ്യന്റെ ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണെന്നും ആദ്യം വിചാരണക്കെടുക്കുന്നത് നമസ്കാരമാണെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തിയോടുകൂടി നാം നമ്മുടെ നമസ്കാരം നിർവഹിച്ചിരിക്കണം. അതിനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുവീൻ എന്ന്. നമസ്കാരം, ദിക്ർ, ദുആ, തസ്ബീഹ്, പാപമോചനം തേടൽ, ബലികർമ്മം, സ്വതക്ക മുതലായ ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് അന്തിമ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫഅലുൽ ഖൈറ, നിങ്ങൾ സുഹൃതം ചെയ്യുവീൻ. മനുഷ്യർക്ക് ഉപകാരം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയാണ്. അതുപോലെ സഹജീവികളോടുള്ള ദയ. നമ്മുടെ വീടിന് ചുറ്റും നമ്മെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ നമ്മുടെ അടുക്കള ഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. എത്ര പക്ഷികളാണ് കാക്കകളായിട്ടും പൂച്ചകളായിട്ടും അവർക്ക് എന്തെങ്കിലും അന്നം ലഭിക്കുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അടുക്കള ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരല്പം അന്നം നൽകുകയോ വെള്ളം നൽകുകയോ ചെയ്യുന്നത് ഒരു സുഹൃത്തമാണ്. ഇങ്ങനെ സുഹൃത്തം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അന്തിമ വിജയം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.